കേരളത്തിൽ ഇന്നും നാളെയും മഴ കനക്കുമെന്നാണ് IMD ശാസ്ത്രജ്ഞൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു കൂടി. Heavy rainfall activity is likely today and tomorrow, but due to accumulated rainfall or due to accumulated water logging situations, the orange alert has been issued. Actually, there is a process which is followed by IMD whereby different alerts are issued in different temporal ranges. So we issue day-to-day based forecast for next 7 days, which is updated 4 times in a day. Then for any activity, these are tracked on a real-time basis, and for every 3 hours, Nowcast issues an alert. റഷീദ് കേൾക്കാമോ? കേൾക്കാം. റഷീദ്, കേരളത്തിൽ പെയ്തു പോയതും ഇനി പെയ്യാനിരിക്കുന്നതുമായ മഴയുടെ അവസ്ഥയെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത്? സേഫ്, 2 ദിവസത്തേക്ക് ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള അഖിൽ ശ്രീവാസ്തവ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവായിട്ടുള്ള മഴയായിരിക്കും ഇന്നും നാളെയും അനുഭവപ്പെടുക. പക്ഷെ അത് വലിയ തോതിൽ ശക്തമായിട്ടുള്ള മഴയായിട്ട് തന്നെ ആയിരിക്കും അനുഭവപ്പെടുക എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മഴ 36 സെന്റിമീറ്ററിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ അകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുന്ന ഉയർന്ന തോതിലുള്ള മഴയായിട്ടാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 6-ാം തീയതി മുതൽ വീണ്ടും കേരളത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ കാർമേഘങ്ങൾ കേരളത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പൊടുന്നനെയുള്ള മഴയുമായി ബന്ധപ്പെട്ട് പല തോതിലുള്ള വിവാദങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം അവരുടെ അലേർട്ടുകൾ കൃത്യമായിട്ട് സംസ്ഥാനത്തിന് കൈമാറിയില്ല എന്നുള്ളതായിരുന്നു ചില ആരോപണങ്ങളായിട്ട് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അലേർട്ടുകൾ കൈമാറുന്നതിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രോഡീകരണങ്ങൾ നടത്താറുള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന് നൽകിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അലേർട്ടുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അഖിൽ ശ്രീവാസ്തവ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും 2 ദിവസത്തേക്ക് മഴ കുറയുമെങ്കിലും 6-ാം തീയതി മുതൽ ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ വീണ്ടും അനുഭവപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് ദില്ലിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. ഇടവേള കഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക്.